ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പോ ഒരു ഡെയിലി റൊട്ടീനാണ്. ഡെയിലി റൊട്ടീൻ എന്നൊന്നും പറയാനില്ല. നമ്മൾ രാവിലെ എനിക്ക് എല്ലാ അമ്മമാരും ചെയ്യുന്ന കാര്യം തന്നെ. എന്നെ നമ്മളെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടുക, അത്. സോ എനിക്ക് അവളെ കൊണ്ടാക്കി കൊണ്ടുവരുന്ന പരിപാടികൾ. അതുകൊണ്ട് ഞാൻ രാവിലെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മേക്കപ്പ് ഒക്കെ ഇട്ട് പുട്ടിയടിച്ചു. എന്തായാലും വീഡിയോ ഒക്കെ ചെയ്യേണ്ട, അതുകൊണ്ട് ഞാൻ ആ പുട്ടിയങ്ങ് അടിച്ചു. വന്നു കഴിഞ്ഞ് എനിക്ക് എന്തായാലും കുറച്ച് PR വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, മേക്കപ്പ് ഇടാലോ, പിന്നെ വന്നിട്ട് എന്നെ മൂടില്ലെങ്കിലോ, എന്തായാലും പുറത്ത് പോകുന്നതല്ലേ. എല്ലാവർക്കും തോന്നുന്നു ഒരു കുഞ്ഞിനെ സ്കൂളിലേക്ക് വിടുന്നതിന് ഇത്ര മേക്കപ്പ് ഒക്കെ വേണമെന്ന്. സംഭവം പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നുമില്ല. ഞാൻ ബ്ലഷ് ഇട്ടപ്പോ കുറച്ച് ഓവറായി പോയിന്ന് തോന്നുന്നുണ്ട് അല്ലേ. പക്ഷെ എനിക്കിപ്പോ ബ്ലഷ് ഭയങ്കര ഇഷ്ടാട്ടാ. പിന്നെ കുറച്ച് കരച്ചിൽ സീനൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. കാരണം സ്കൂളിൽ പോകാൻ ഇപ്പൊ കുറച്ച് നാളായിട്ട് മടി ഉണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് കുറച്ചു ദിവസം ലീവായിരുന്നു. അത് കഴിഞ്ഞപ്പോ അവളുടെ മിസ്സും ലീവായിരുന്നു. അവൾക്ക് എന്താ പറയാ, ഈ കോൾഡും കാര്യങ്ങളൊക്കെ വന്നപ്പോ അവളെ വിട്ടില്ല. പിന്നെ അവളുടെ മിസ് 2 ദിവസം ലീവായപ്പോ മിസ് പറഞ്ഞു അവളെ വിടണ്ട, കാരണം മിസ്സായിട്ട് നല്ല അറ്റാച്ച്മെന്റ് ആയതുകൊണ്ട് മിസ് ഇല്ലെങ്കിൽ ആൾക്ക് ചിലപ്പോ ഇത്തിരി സങ്കടം വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിട്ടില്ല. പിന്നെ ലാസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നത് ഫ്രൈഡേ ആണ്. പിന്നെ ഒരു ദിവസത്തേക്കായിട്ട് ഞാനും വിട്ടില്ല. പിന്നെ ശനി ഞായർ കഴിഞ്ഞു. പിന്നെ ആൾക്ക് എന്റെ അടുത്ത് കുറച്ച് കൂടുതൽ അറ്റാച്ച്മെന്റ് കൂടുതൽ. കാരണം ഞാൻ പോകുന്നിടത്തേക്കൊക്കെ കൊണ്ടുപോലും ആളായിട്ട് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് മയാണ് ഞങ്ങൾ തമ്മിൽ. അപ്പൊ ആൾക്ക് ഞാൻ ഇല്ലാണ്ട് തീരെ പറ്റില്ല. പിന്നെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ച് സ്കൂളിലേക്ക് വിടാന്നുള്ളത് വിചാരിച്ചു. അപ്പൊ പുറത്ത് നമ്മളുടെ വണ്ടിയിൽ ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കൊണ്ടുവരില്ലേ, പ്ലാസ്റ്റിക് പാത്രങ്ങള്, ബക്കറ്റ്, അരിപ്പ, അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒരാൾ വന്നു. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ നോക്കാന്ന് വിചാരിച്ചു വെറുതെ. അപ്പൊ അമ്മ വിളിച്ചത് ഞാൻ ഇങ്ങനെ കുറച്ച് ബോക്സുകൾ നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഇല്ല, ചെറുതുള്ളൂ. അപ്പൊ ഇത് കണ്ടപ്പോ കുഴപ്പമില്ല, ഇവളുടെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനെന്ന് വെച്ചാൽ അത് വാങ്ങിച്ചു. പിന്നെ നേരെ ചെന്ന് ലഞ്ച്, സ്നാക്സ്, വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് വെക്കണമായിരുന്നു. ഒന്നാമത് കുറച്ച് നേരം വൈകി. അപ്പൊ പിന്നെ താളം തട്ടി നിന്ന് കാരണം ആളും കുറച്ച് മടിയായിരുന്നു. അപ്പൊ ഞാനും അങ്ങനെ താളം തട്ടി നിന്ന് പിന്നെ എല്ലാം സെറ്റാക്കി. ചെരുപ്പൊക്കെ എടുത്ത് വേഗം ഓടിയതാട്ടോ, കാരണം നേരം വൈകി. പിന്നെ വീണ്ടും കരച്ചിലാണ്, സങ്കടമാണ്. ഞാൻ പോയി കഴിഞ്ഞ അമ്മ വിഷമിക്കും, എനിക്ക് ആരും ഉണ്ടാവില്ല, അമ്മ അങ്ങോട്ട് വരില്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ കുറെ എണ്ണി പറക്കൂട്ടോ. പിന്നെ ആളിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് പിന്നെ സമാധാനിപ്പിച്ച് പിന്നെ വീണ്ടും എന്നും കാശിടും ആള്. ഇങ്ങനെ പ്രാർത്ഥിച്ച് കാശിടാൻ പറഞ്ഞു. അപ്പൊ കാശ് ഇട്ടു. ആളൊന്ന് സെറ്റായി. പിന്നെ സ്കൂളിലേക്ക് വിട്ടു. അത്രേ ഉള്ളൂ.